ഹലോ, എന്തല്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വടകരയിലേക്കാണ് കേട്ടോ. അപ്പം ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ലോഗ് എന്ന് വേണേൽ പറയാം. കാരണം നമ്മൾ ഓണത്തിനോടനുബന്ധിച്ച്, അതായത് ഓണത്തിൻ്റെ ഒരു 2-3 ദിവസം മുൻപുള്ള വീഡിയോ ആണ്. പക്ഷേ എൻ്റെ സാഹചര്യവും എൻ്റെ സമ്മർദ്ദത്താൽ ഞാൻ ഇപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം അതിനുള്ള സമയം കിട്ടുന്നില്ല ഗൈസ്. അതാണ് മെയിനായിട്ട്. ഡ്യൂട്ടിക്ക് പോകണം, വീട്ടിലെ കാര്യം നോക്കണം, എൻ്റെ അമ്മാടീനെ നോക്കണം, അങ്ങനെ ഒരുപാട് തിരക്കുകളായിട്ട് നമ്മുടെ പുട്ടിന് പീരിടുന്ന പോലെ ഓരോ പ്രശ്നങ്ങളും തിരക്കുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവാണ്. അതിനിടയ്ക്ക് ഈ ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് ഈ വീഡിയോ എടുക്കുകയും വേണം, അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യാൻ വേണം, ഡബ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ഡിലേ ആവുന്നത് കേട്ടോ. എന്നിരുന്നാലും ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പയ്യെ പയ്യെ ഓരോന്ന് വരും കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല മ്യൂസിക്കൊക്കെ കേട്ട് പിന്നെ ഞാനും അമ്പാടി അവിടെ നിന്ന് തുള്ളി കളിക്കുകയാണ്. അതാണ് മെയിനായിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏട്ടനത് പാട്ട് ഓഫ് ചെയ്യും. അതിനിടയ്ക്കുള്ള ചർച്ചാ വിഷയങ്ങളൊക്കെയാണ് നിങ്ങൾ തൊട്ട് മുൻപ് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ബൈ ദ വൈ നമ്മൾ വരുന്ന വഴിക്ക് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് റെയിൽവേ ഗേറ്റ് വഴിയാണ് നമ്മളിന്ന് പോകുന്നത്. നോക്കുമ്പോൾ അവിടെ റെയിലും അടച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നമ്മളിത് വടകര സ്റ്റോർ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് എല്ലാവരും തിരക്കാണ് കേട്ടോ. കാരണം ഇനി 1-2 ദിവസമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഓണത്തിന്. അതിനോടനുബന്ധിച്ചുള്ള തിരക്കാണ്. ആദ്യം നമ്മൾ നിക്ഷാൻ ഇലക്ട്രോണിക്സിലാണ് പോയത് കേട്ടോ. നോക്കുമ്പോൾ അവിടെ പാർക്കിങ്ങിന് പോലും സൗകര്യമില്ല, അത്രയും തിരക്കാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ മൈജിയിലേക്ക് വരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ സൈഡാക്കി നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നെ കുക്കർ മേടിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കുക്കർ മേടിക്കാനാണ്, അത് നോക്കാനൊക്കെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോഴത്തേനും പല കളക്ഷനാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് ഞാനിപ്പോൾ കൈകൊണ്ട് തൊട്ടിരിക്കുന്ന ആ കുക്കറിൻ്റെ ആ ഒരു ഷേപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഇമ്പാക്സിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ നോർമൽ ടൈപ്പ് നമ്മൾ കയ്യിലൊക്കെ ഉള്ളതാണ്. ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ട് തോന്നി, പലവിടെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നിൻ്റെ പ്രൈസും കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കും. കാരണം ഒരു കുക്കറിന് 2000 സംതിങ് അങ്ങനെയൊക്കെയാണ് കാണുന്നത് കേട്ടോ. പിന്നെ 1000 സംതിങ്ങിലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എന്താ പറയുക, ബിരിയാണി ചെമ്പ് പോലത്തെ ബിരിയാണിയൊക്കെ കുറച്ച് ഹ്യൂജ് എമൗണ്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനത്തെ പാത്രത്തിലും ഉണ്ടാക്കാമല്ലോ. അങ്ങനെയൊക്കെ വീഡിയോയിൽ മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് നോക്കുമ്പോഴത്തേനും 2000 സംതിങ് ഒക്കെയാണ് അതിൻ്റെയൊക്കെ റേറ്റ് കേട്ടോ. പിന്നെ ഒരുപാട് കപ്പുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇങ്ങനെ കയ്യിലേക്ക് എടുത്ത് നോക്കുമ്പോൾ വലിയ വെയിറ്റ് ഒന്നും തോന്നിയിട്ടില്ല. കാണുമ്പോൾ കുറച്ച് വെയിറ്റുള്ള പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ കപ്പടക്കം. അങ്ങനെ ഓരോന്നിൻ്റെ ഭംഗിയും കണ്ട് അതിങ്ങനെ ആസ്വദിക്കുന്ന കൂട്ടത്തിൽ ഞാനിതൊരു വെളിച്ചെണ്ണയുടെ ഒരു ബോട്ടിൽ കണ്ടു കേട്ടോ. നമുക്കിങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ച് നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവമൊക്കെയാണ് കാണുന്നതൊക്കെ. അപ്പോൾ പുതിയ വീടൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ, വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മൈജിയിലേക്ക് പോരും കേട്ടോ. അവിടെ ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി അങ്ങനെ ഇട്ട് വെക്കാനുള്ളതും കിച്ചണിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഡിന്നർ സെറ്റും ജഗ്ഗും കാര്യങ്ങളും ഒക്കെ തന്നെ. അങ്ങനെ അതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ചു. പിന്നെ ഇതൊക്കെ ശരിക്കും വാങ്ങിക്കേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് കാണിച്ചു ഏതായാലും വന്നിട്ടുണ്ട്, വീഡിയോ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ കാസ്ട്രോൾ ആണോ എന്താണോന്ന് അറിയില്ല, എന്തായാലും ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. 973 കണ്ടാണ് അതിൻ്റെ പ്രൈസ്. പക്ഷേ അത് കുറച്ച് ഡിസ്കൗണ്ട് തന്നിട്ട് 750 അങ്ങനെ കണ്ടാണ് കണ്ടത് കേട്ടോ. അപ്പം അതിനിടയ്ക്ക് ഞാൻ പിന്നെ കുറേ ബോട്ടിൽസ് ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ളത് കണ്ടു. എൻ്റെ കൂടെ വേണോന്ന് വെച്ചിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നായിട്ടൊന്നും എടുത്തിട്ട് കാര്യമില്ല, വാങ്ങുമ്പം കുറച്ചധികം ഒരേപോലത്തെ മേടിക്കണം കേട്ടോ, നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ദോശയുടെ മാവൊക്കെ അരച്ച് വെക്കാൻ പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി പാത്രങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ ഭയങ്കര, പണ്ടൊക്കെ അമ്മ നോക്കുമ്പോഴത്തേക്കും ഞാൻ പുച്ഛിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരു വീട് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ വാങ്ങണം, ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോഴുള്ള ആ ഒരു ത്വരയില്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് ഓരോരുത്തർ ആ സ്റ്റേജിലെത്തിയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് അമ്മയൊക്കെ മേടിക്കുമ്പോൾ പണ്ട് നമ്മൾ ഇതൊന്നും വേറെ പണിയില്ല, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുച്ഛിക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഞാനിപ്പം ഇങ്ങനെ അടുക്കള പാത്രങ്ങളോടൊരു ഹരമാണ് കേട്ടോ. പിന്നെ നമ്മുടെ എന്താ പറയുക, എയർ ഫ്രയർ ഉണ്ടല്ലോ, അത് നമ്മുടെ വീട്ടിലില്ല. അപ്പം അത് വേണോ എന്നൊക്കെ ചേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമുക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ അത് അവിടെ ക്ലോസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം 2000 സംതിങ് 3000 4000 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത് എയർ ഫ്രയർ. അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ നമ്മൾ അവിടെ നിന്ന് അവിടെ നിന്ന് മടങ്ങുകയാണ് ഉണ്ടായത്. കുക്കർ മേടിച്ചോന്ന് ചോദിച്ചാൽ ഇല്ല, മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ടെക്സ്റ്റൈൽസിലായിരുന്നു, ഫാമിലി വെഡ്ഡിങ്ങിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അമ്പാടിക്ക് ആദ്യം ഓണക്കോടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. കുഞ്ഞിനാണെങ്കിൽ ഒരുപാട് ഐഡിയാസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ കാണിച്ചു കൊടുത്തൊന്നും കുഞ്ഞിനങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കുറേ നോക്കി. സാധാരണ അമ്പാടിക്ക് പോയി കഴിഞ്ഞാൽ ഫാമിലി വെഡ്ഡിങ്ങിൽ അതിന് ഇഷ്ടപ്പെടുന്ന തരത്തിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ക്യൂട്ടായിട്ടുള്ളതൊക്കെ കഴിഞ്ഞ തവണ അതിൻ്റെ മുന്നത്തെ ഓണവും വിഷുവിനൊക്കെ
പെട്ടെന്ന് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ കുറച്ച് അധിക സമയം നമുക്ക് അലച്ചിലായിരുന്നു കേട്ടോ, അലയേണ്ടി വന്നു. കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ എന്താ പറയുക, കുറച്ച് ഓവർ സൈസ്ഡ് ടീഷർട്ടൊക്കെയാണ് അമ്പാടിക്ക് കുറച്ചും കൂടെ ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ഒരു മോഡലൊക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ നോക്കിയിട്ട് 1-2 നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. കുറേയൊക്കെ അവൻ കുഞ്ഞല്ലേ, എന്താ പറയുക, ഒത്തിരി വണ്ണമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേയൊക്കെ ലൂസായിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സ് വേണമായിട്ട് ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മെസ്സിയുടെ പോലത്തെ ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നോക്കി ലാസ്റ്റ് ഒരു ഷർട്ടും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പച്ച ഷർട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഏതെടുക്കണം എന്ന് ഇപ്പോൾ കൺഫ്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അമ്പലത്തിലൊക്കെ പോകുമ്പോൾ മുണ്ടിനൊപ്പം ഒരു ഷർട്ടും കൂടെ എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അത് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ജീൻസ് എടുത്ത് തന്നപ്പോഴത്തേനും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനത് വെച്ച് നോക്കുമ്പോൾ അര കുറച്ച് ലൂസാണ്, എന്നാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അമ്പടി ഇത് ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടമായില്ല എന്ന് കേട്ടോ പറഞ്ഞത്. അവന് കഴിഞ്ഞ തവണയൊക്കെ ജീൻസൊക്കെ മേടിച്ചതും അവിടെ വീട്ടിലിരിപ്പുണ്ട്. അവനെല്ലാം അങ്ങ് ഇടുന്നില്ല കേട്ടോ, അവന് ഇഷ്ടപ്പെട്ടത് മാത്രമേ ഇടുന്നുള്ളൂ. ഇപ്പം ഡ്രസ്സൊക്കെ നമ്മൾ എവിടെയും പോകാൻ ഇറങ്ങുന്ന സമയത്ത് അവനൊരു കളിപ്പിക്കലുണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് ഭ്രാന്തായിപ്പോവും. കാരണം അവൻ ഇഷ്ടപ്പെടുന്നതേ ഇടുള്ളൂ. ചിലതൊന്നും നമുക്കിഷ്ടം ഒരിക്കലും അഡ്ജസ്റ്റബിൾ ആവാത്ത, അതായത് തീരെ ഇഷ്ടപ്പെടാത്തതൊക്കെ അവൻ ഇഷ്ടപ്പെടുന്നത്. അതാണ് അവസ്ഥ കേട്ടോ. പിന്നെ എന്നിരുന്നാലും കുറേ ജീൻസ് ടൈപ്പൊക്കെ നോക്കി, ചിലതൊക്കെ അവൻ്റെ കയ്യിലുള്ളതായിരുന്നു. അതുകൊണ്ട് അവൻ്റെ അടുത്ത് ഇല്ലാത്ത ടൈപ്പ് നോക്കിയിട്ട് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടീഷർട്ടും പാൻറ്റും അതേപോലെ ഷർട്ടും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കി പിന്നെ എൻ്റെ അടുത്ത് ഡ്രസ്സ് എടുത്തോളാൻ പറഞ്ഞായിരുന്നു കേട്ടോ ചേട്ടൻ. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സെക്ഷനിലേക്ക് പോയി കണ്ടതൊക്കെ വാരിയെടുക്കുകയാണ് കേട്ടോ. കാണുന്നതൊക്കെ എനിക്ക് വേണം തോന്നുകയാണ്. അങ്ങനത്തെ കുറേ ടോപ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കോട്ടൻ്റെ ടൈപ്പ്. ഇപ്പം വീനെക്കിലൊക്കെ വരുന്ന ഒരുപാട് ടോപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടതൊക്കെ എടുത്ത് ഞാനിങ്ങനെ എന്താ പറയുക, ഒന്ന് മാച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോഴത്തേനും ആ ചേട്ടന് പേഷ്യൻ്റ് വന്നിട്ട് ഏട്ടനും അമ്പാടി അങ്ങ് പോയി. കാരണം ഞാനിത് നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അമ്പാടീനെ നോക്കിയിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ചേട്ടനോട് കൂട്ടിക്കൊള്ളാൻ പറഞ്ഞ് ഏട്ടനും അമ്പാടിയും വീട്ടിൽ പോയിട്ടാണുള്ളത്. ഇനി പേഷ്യൻ്റൊക്കെ നോക്കി വരുന്ന സമയത്ത് എനിക്ക് ഒന്ന് എന്താ പറയുക, റിലാക്സ് ആയിട്ട് കൂളായിട്ട് ഡ്രസ്സ് നോക്കാമെന്നുള്ള സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഏട്ടൻ ഇങ്ങനെ തിരക്ക് കൂട്ടിയിട്ട് എനിക്ക് ഒന്നും മര്യാദയ്ക്ക് നോക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്താണെന്നറിയില്ല, ഇങ്ങനത്തെ ഈ ഒരു ടോപ്പൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓരോന്നിനും മെച്ചമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. പച്ചയാണെങ്കിലും ഈ ഒരു ഗ്രേ കളറാണെങ്കിലും അതുപോലെ ഞാനിപ്പോൾ അടുത്തതായിട്ട് ഇടുന്നതൊക്കെ അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളാണ് കേട്ടോ. എല്ലാം കോട്ടൺ ക്ലോത്തിലാണ് വരുന്നത്, വീനെക്കിലാണ് കൂടുതലും വരുന്നത്. അങ്ങനെയുള്ള ഞാൻ അവിടെ എന്താ പറയുക, ലേഡീസിൻ്റെ ആ ഒരു സെക്ഷനിൽ പോയാൽ പിന്നെ പെട്ടെന്ന് ഞാൻ ഒത്തിരി ടൈം എടുത്തില്ല, ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ എല്ലാ ടോപ്പും സെലക്ട് ചെയ്തു, എല്ലാം മാച്ച് ചെയ്ത് നോക്കുമായിരുന്നു. പിന്നെ ഒരു ഓവർ സൈസ്ഡ് ഷർട്ട് പോലത്തെ ഒരു കുർത്തയല്ല, അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു ഇത് കേട്ടോ. പക്ഷെ കാണുമ്പോൾ രസമുണ്ട്. പക്ഷേ ഞാനത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ എല്ലാം രസമുണ്ട് കേട്ടോ. ഇട്ട് നോക്കുമ്പോഴത്തേനും കാണുന്ന പോലെയല്ല, ഇട്ട് നോക്കുമ്പോൾ രസമുണ്ട്. അപ്പോൾ എനിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു. എന്നാലും അതൊന്നും എടുത്തില്ല കേട്ടോ. അപ്പം എന്തൊക്കെയാണ് എടുത്തിട്ടുണ്ടാവാന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതും കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എനിക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനതൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. രണ്ടുപേരും എന്താ പറയുക, പുറത്തില്ല, അവർ വീട്ടിൽ പോയിരിക്കില്ല. ആ ഒരു സമയം കൊണ്ട് എനിക്ക് എല്ലാം ഞാൻ എടുത്തതൊക്കെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എല്ലാം ഇട്ട് നോക്കുമ്പോൾ സൈസൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. അപ്പോൾ അതൊക്കെ വേണ്ടതൊക്കെ ഞാനിങ്ങനെ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഏട്ടനും അമ്പാടിയും വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരോട് ചോദിച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാമെന്ന് കരുതി. ഇനി അടുത്തതായിട്ട് കുഞ്ഞുവാവകൾക്കുള്ളതാണ്. ഒന്ന് സമൂഹക്കും പിന്നെ വിദ്യയുടെ കുഞ്ഞുവാവയ്ക്കുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒന്ന് പെങ്കൊച്ചും ഒന്ന് ആങ്കൊച്ചുമാണ് കേട്ടോ. അപ്പോൾ 2 പേർക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴത്തേനും അജേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നോക്കി എന്താ പറയുക, പിന്നെ എനിക്ക് ആദ്യം കുറേ നോക്കിയപ്പോൾ മടുത്തു കേട്ടോ. എന്താ എടുക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഞാൻ ഇതൊക്കെ ഏട്ടൻ വരുന്നതിന് മുമ്പേ എടുത്ത് ഞാൻ അങ്ങനെ കുറേ നോക്കിയതായിരുന്നു. ഈ പാവാടയൊക്കെ രസമുണ്ട്, പക്ഷേ അത് കൊടുക്കണോ വേണ്ടിയോ അല്ലെ വേറെ എന്തെങ്കിലും എടുക്കണോ, ഇങ്ങനെ കൺഫ്യൂഷനായിരുന്നു. എന്താ എടുക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ കുറേ നോക്കി, എനിക്ക് ആകെ കൺഫ്യൂഷനായി കേട്ടോ. അങ്ങനെ പിന്നെ ഏട്ടൻ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നു. ഏട്ടനും കൂടെ വന്ന് അമ്പാടീനോടും ഒക്കെ ചോദിച്ചിട്ട് തീരുമാനിക്കാമെന്ന് കരുതി. അമ്പാടിക്ക് ഇഷ്ടമാണ് കേട്ടോ അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുടെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ അഭിപ്രായമൊക്കെ പറയും. അതുകൊണ്ട് അവനും കൂടെ വരട്ടെ എന്നിട്ട് എല്ലാം ചോദിച്ചിട്ട് എടുക്കാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ കുറേ ടോപ്സൊക്കെ നോക്കി. അതിൻ്റെ കൂട്ടത്തിൽ അമ്പാടിനോട് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്നുള്ള രീതിയിലായിരുന്നു ആ ടോപ്പ് കൊടുത്തത്. പിന്നെ അത് നല്ല രസമായിരുന്നു കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നോക്കി. സമൂഹക്ക് ജീനും ടോപ്പും ഒക്കെ എടുക്കാമെന്ന് കരുതി. അങ്ങനെ
അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അച്ഛനും മോനും എന്തൊക്കെയോ സുകാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉമ്മ കൊടുക്കലും സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതെന്തിനാ അമ്മ ഇതൊക്കെ വീഡിയോ എടുക്കുന്നതെന്നുള്ള ചോദ്യവും പറച്ചിലൊക്കെയായിരുന്നു അതിനിടയ്ക്ക്. പിന്നെ നമ്മൾ മോൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ന്യൂ ബോൺ സെക്ഷനിലേക്കായിരുന്നു ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. സെറ്റായിട്ടുള്ള വരുന്ന നോക്കിയിട്ട് എടുക്കാമെന്ന്. അങ്ങനെ ഒരു 3 വയസ്സിന് പ്രായത്തിനിടയ്ക്കുള്ളത് ഇങ്ങനെ സെറ്റായിട്ട് തന്നെ ഉള്ളത് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടോ. അങ്ങനെ നോക്കി കുറേ നോക്കിയതിന് ശേഷം പിന്നെ നമുക്കൊരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് സെലക്ട് ചെയ്യാനുണ്ടായത്. ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുക, അല്ലെങ്കിൽ കുറച്ച് ക്ഷമാലുക്കളായിട്ടുള്ള ആൾക്കാരോട് പോകുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം തിരക്ക് പിടിച്ചിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ടാസ്ക്കാണ്. പിന്നെ അതിട്ട് ഇന്നിപ്പോൾ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എന്താണെന്ന് അറിയില്ല. ചില ദിവസങ്ങൾ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയാൽ പെട്ടെന്ന് എടുക്കണം, അധികം സമയമൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരിക്കും കേട്ടോ. അങ്ങനെ മക്കളുടെ ഒക്കെ എടുത്തു കഴിഞ്ഞു. അതിനുശേഷം പിന്നെ എനിക്കൊരു ഷോർട്ട്സ് വേണമായിരുന്നു, അത് നോക്കിയെടുത്തു. അങ്ങനെ നോക്കി നമ്മൾ ബില്ലൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ കുറഞ്ഞ റേഞ്ചിന് കുറേ സാരിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെയൊക്കെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് സാരി ഉടുക്കാനും അറിയില്ല, അത് എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അറിയില്ല എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ എന്നാലും സാരി ഇങ്ങനെ ഇട്ടിട്ട് കാണാനൊക്കെ രസമാണ്. അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ സെറ്റ് സാരി സെറ്റ് മുണ്ട് ആ ഒരു സെക്ഷനിലേക്ക് പോയത് കേട്ടോ. കണ്ണെത്തിയത് അടിപൊളി കളക്ഷൻ ഉണ്ടായിരുന്നു. ഈ പച്ചയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അത് വിത്ത് ബ്ലൗസൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി രസമായിരിക്കും. ഇപ്പം ഓണത്തിനൊക്കെ പണ്ടത്തെ കാലത്തൊക്കെയാണ്, എൻ്റെ ഒരു കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിലും ട്രഡീഷൻ വേറെ ഓണത്തിനൊക്കെ വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ആ സമയത്തൊക്കെ നമ്മൾ കളർ ഇതൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പോൾ എല്ലാവരും ട്രഡീഷണൽ വെയർ സെറ്റ് സാരി സെറ്റ് മുണ്ട് അല്ലെങ്കിൽ പട്ട് പാവാട അങ്ങനെയൊക്കെയുള്ളത്, അതേപോലെ മുണ്ടൊക്കെ എടുത്ത് എല്ലാവരും അടിപൊളിയായിട്ട് ഭയങ്കര ആ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞ്. ഇപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓണത്തിന് ഡ്രസ്സ് എടുക്കുമ്പോൾ ഒരു 2-3 ഡ്രസ്സ് വേണ്ടി വരും. ഒന്നാം ഓണത്തിന് ഒരു ഡ്രസ്സ്, രണ്ടാം ഓണത്തിന് വേറെ, അതിൻ്റെ കൂടെ ട്രഡീഷണൽ വെയർ അല്ലാണ്ട് കളറായിട്ടുള്ള വേറെ എന്തെങ്കിലും ജീൻസ് ടോപ്പ് അല്ലെങ്കിൽ വല്ല കുർത്താസ് അങ്ങനെ സെപ്പറേറ്റ് എടുക്കേണ്ട സിറ്റുവേഷനാണ് കേട്ടോ. കാരണം ട്രഡീഷണൽ വെയർ ഇപ്പം മസ്റ്റാണ് ഓണത്തിനും വിഷുവിനും ഒക്കെ ആണെങ്കിൽ. അതൊരു ട്രെൻഡായി മാറിക്കഴിഞ്ഞ്. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ കൂടുതലും എൻ്റെ അടുത്ത് പിന്നെ സെറ്റ് മുണ്ടില്ല, സെറ്റ് സാരി തന്നെ ഒരു 5-6 എണ്ണം ഉണ്ട് കേട്ടോ. പക്ഷെ അത് എന്താ പറയുക എനിക്ക് ഉടുക്കാനും അറിയില്ല. വേറൊരു വിഷയം എന്ന് വെച്ചാൽ എൻ്റെ ഇപ്പം കുറച്ച് വണ്ണം വെച്ചുകൊണ്ടായിരിക്കും സാരി ബ്ലൗസൊക്കെ കുറച്ചൊരു ടൈറ്റാണ്, അതൊക്കെ കൊണ്ടാണ് ഉടുക്കാതിരുന്നത് കേട്ടോ. പിന്നെ അത് ഉടുത്ത് കണ്ടുപോവുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ നൈറ്റായി ഏതാണ്ട് സമയം കേട്ടോ. അങ്ങനെ ഡ്രസ്സും പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് ആപ്പിൾ എന്തൊക്കെയോ മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ ഓണം ഷോപ്പിംഗ് ഇത് കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇനിയിപ്പം മറ്റൊരു വ്ളോഗായിട്ടോ എങ്ങനെയെങ്കിലും നോക്കിയിട്ട് വരാമെന്ന് കരുതുന്നു. അപ്പം ഇന്ന് പാചകത്തിനോട് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ പൂക്കൾ വിറ്റുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത്തം മുതൽ പൂക്കൾ ഇടാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇടാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ടൊക്കെയാണ്. ഇല്ലെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ചത്. എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിലും പൂക്കളൊക്കെ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. പക്ഷേ ഇവിടെ ആണെങ്കിൽ പ്രാക്ടിക്കൽ അല്ല എന്നാണ് എൻ്റെ ഒരു അനുമാനം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.